ഇത് ഇന്നലെ രാത്രിയെ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴും ഓർമ്മ വന്നത് ഇന്ന് കൊയ്ത്താണെന്ന്. സുഗ്രു ഇതിനെ ഇന്നലെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കിതൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചില വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിടാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അവ രാവിലെ തന്നെ ഈ വണ്ടി ചെറിയ ഞരക്കോ മൂളൊക്കെ കേട്ടപ്പോൾ തന്നെ കൊയ്ത്തുമെഷീൻ എന്ന് പറഞ്ഞ ഓളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ശബ്ദങ്ങളും ഒച്ചയും കൂടിയെന്ന് കണ്ടപ്പോഴാണ് ഇന്നാണല്ലേ കൊയ്ത്ത് എന്ന് ഉറപ്പായത് കേട്ടോ. കൊയ്ത്ത് മെഷീൻ അവർ ആ വണ്ടിയിൽ താഴോട്ട് ഇറക്കണ ബഹളമായിരുന്നു. ഓടിക്കുന്ന ഡ്രൈവറിനേക്കാളും പരാക്രമമായിരുന്നു കേട്ടോ ഞങ്ങളുടെ സുബ്രുവിന്. അവൻ രാവിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഇതിന് ചുറ്റും കിടന്ന് നടന്ന് അതിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതേതാ ഡിസ്ട്രിക്റ്റ്, അതേതാ സ്റ്റേറ്റ്, അതിൻ്റെ രജിസ്ട്രേഷൻ എന്താ, ഇതൊക്കെ നോക്കലാണ് ആളുടെ മീൻ പണിയിട്ടാണ്. ചുറ്റും കിടന്ന് നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ വിചാരിച്ചത് റോഡിൽ ആക്സിഡൻറ്റ് നടന്നെന്നാണ്. പിന്നെ മനസ്സിലായത് ഇത് താഴോട്ടേക്ക് ഇറക്കണ ശബ്ദകോലാഹലങ്ങളായിരുന്നു കേട്ടിരുന്നത് കേട്ടോ. സുബ്രു ഫോണും കൊണ്ടുപോയി പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയിട്ട് സ്കൂളിൽ കൊണ്ട് ടൈമായിട്ട് വാടാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളുണ്ട്, ഭയങ്കര ക്രേസാണ് കേട്ടോ. JCB ഇങ്ങനത്തെ കൊയ്ത്ത് മെഷീൻ. അപ്പം അത് താഴോട്ടേക്ക് ഇറക്കുന്നവൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആ വീഡിയോയും പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞത് കയറ്റുന്നതും അതുപോലെ തന്നെ ഈ വണ്ടിയിൽ താഴോട്ടേക്ക് ഇറക്കണത് വലിയൊരു ടാസ്ക്കാണ്. ആ ഡ്രൈവറെ സമ്മതിച്ചു കൊടുത്തിട്ടേ പറ്റുള്ളൂ. കുറേ നേരത്തെ അവിടെ ഒരു ടെൻഷൻ തീർന്നു കേട്ടോ, താഴോട്ടേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കർണാടകയിലത്തെ ഒരു ബൈക്കും കൂടി ഈ വണ്ടിയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുബ്രു അപ്പുറത്ത് അത് കണ്ടിട്ട് കർണാടകക്കാരൻ്റെ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞ് വലിയ ഓട്ടമായിരുന്നു അതിൻ്റെ പുറകിൽ. അങ്ങനെ നമ്മുടെ താരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് രാത്രി വരെ പണിയെടുക്കാനുള്ളവനായിട്ടാണ്. എത്രയോ കണ്ടങ്ങൾ കൊയ്യാനുള്ളതാണ്. ഇത് വന്നതിന് ശേഷം എത്ര പെണ്ണുങ്ങൾക്കാണെന്നറിയോ പണിയില്ലാണ്ടായത്. കൊയ്യ എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക്കായിരുന്നു ആദ്യമൊക്കെ. 4-5 പേര് ഒരുമിച്ച് കൊയ്യും, അവർ വൈകുന്നേരം വരെ കൊയ്ത് പിന്നെ അത് മെതിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ആ വക പരിപാടി ഒന്നുമില്ല. ഒരു സൈഡിൽ കൂടെ കൊയ്യുന്നു, ഒരു സൈഡിൽ കൂടെ ടിപ്പറിൽ നിറയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒരുവിധ ടെൻഷനും ഇല്ല. 1 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇനി ഇറക്കിയതിനേക്കാൾ വലിയ ടാസ്ക്കാണ് കേട്ടോ ഈ ഒരു റോഡിൽ കൂടെ വളഞ്ഞും തിരിഞ്ഞും ഇത്ര വലിയൊരു വണ്ടി ആ പാടത്തേക്ക് എത്തിക്കുക എന്ന് പറയണത്. ഞാൻ എപ്പോഴും നോക്കി നോക്കിയിട്ട് ഇവരിത് എങ്ങനെയാണ് ഈ വളവ്. ഇത് നേരെ സ്ട്രൈറ്റ് റോഡാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടേണിങ് ഉണ്ട്. ആ ടേണിങ് വളയ്ക്കുന്നത് കാണാൻ ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ടാണ് നിൽക്കാൻ കേട്ടോ. എവിടെയും ഒരു മതിലൊന്നും ഇരിക്കാണ്ട് ഒരു കടന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ്. രണ്ട് സൈഡിലും മാറി മാറി നോക്കി എല്ലാം എന്താ പറയുക, എവിടെയും ഇരിക്കണമെന്നില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവർ കടന്നു പോകണം. ഇവിടെ യൂണിഫോം ഇട്ടിട്ട് ഒരടി മാറാണ്ട് നിൽക്കുന്നു. ഇന്നത്തെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഇതേ പറച്ചിലായിരിക്കും. ഇന്ന് രാവിലെ തന്നെ കൊയ്ത്ത് മെഷീൻ കൊണ്ടുപോകുന്നു. ടീച്ചർമാരും ഇതുണ്ടാവില്ലായിരിക്കും എല്ലാ ഭാഗങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഈ വഴികളൊക്കെ നോക്കി വെച്ചിട്ട് നമ്മളോട് ചോദിക്കും ഇതെന്താ അതെന്താ എന്താ ആ ഒരു ടേണിങ് തിരിക്കുന്നതാണ് ശരിക്കും നല്ല വലിയൊരു ടാസ്ക്. പിന്നീട് വരുന്നുണ്ട് ട്രാക്ടർ നെല്ല് കൊണ്ടുപോകാനുള്ളതാണ്. പാടത്തേക്ക് എത്തി അവൻ്റെ പണി തുടങ്ങിയിട്ടാണ്. കണ്ടങ്ങളൊക്കെ കൊയ്ത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കനാൽ വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണ കാരണം ഇപ്പോൾ കണ്ടങ്ങളൊന്നും ഡ്രൈ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വൈക്കോലൊക്കെ ആ ചെളിയിലാകെ ഇങ്ങനെ
കൊയ്ത്ത് മെഷീന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ഈ സമയത്തുള്ള കൊയ്ത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ 2 ടീമുകളായിട്ടാണ് ഇവർ കൃഷി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടീമുകളുടെ കൊയ്ത്തായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ വെള്ളം വേണ്ടതുകൊണ്ട് കനാലിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എല്ലാ കണ്ടങ്ങളും ഡ്രൈ ആവണതിന് പകരം ആകെ വെള്ളമയാണ്. അതുകൊണ്ട് തന്നെ വൈക്കോലിൻ്റെ കാര്യം അതീവ